എന്നെ നിങ്ങൾക്കറിയുമോ? എൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം ടെഡിക്കുട്ടി. പിന്നെ എന്തിനാണ് എനിക്ക് മറ്റൊരു പേര്? കൂട്ടുകാരെ, ഇന്നാണ് നമ്മുടെ കിഡ്സ് ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം, ചിന്തിക്കാം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ ലോകത്തേക്ക് പോകാം. വരൂ കൂട്ടുകാരെ, നമ്മുടെ ടെഡിക്കുട്ടി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആമക്കുട്ടൻ ടെഡിക്കുട്ടിയെ കാണാൻ വരുന്നത്. ഹേയ് ടെഡിക്കുട്ടി, എന്താണ് വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് കളിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. അതിനല്ലേ ഞാൻ വന്നത്. നമുക്ക് അപ്പുറത്ത് പോയി തത്തക്കിളിയെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കളിക്കാം. അത് നന്നായിരിക്കും. എങ്കിൽ വാ, വേഗം പോയി തത്തക്കിളിയെ വിളിച്ചുകൊണ്ട് വരാം. ബാബാ, നമുക്ക് വേഗം പോകാം. വാ തത്തക്കിളി. ആമക്കുട്ടൻ എത്തിയില്ലേ? വേഗം വാ ആമക്കുട്ടാ, വാ. എനിക്ക് നിങ്ങളെ പോലെ വേഗം വരാനൊക്കെ പറ്റുമോ? എന്നെയും കൂടെ കൂട്ടുന്നേ. ടെഡിക്കുട്ടിക്ക് തത്തക്കിളിയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടേ? എന്താണ് ആമക്കുട്ട അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളെല്ലാവരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഇനി എന്ത് കളിയാ നമ്മൾ കളിക്കുക? അത് ഞാൻ പറയാം. എനിക്കൊരു നല്ല കളി അറിയാം. നമുക്ക് മിഠായി നിലത്ത് പെറുക്കിയിട്ടിട്ട് അത് പെറുക്കി കളിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ മിഠായി പെറുക്കുന്നയാൾ വിജയി. എങ്കിൽ നമുക്ക് ആ കളി കളിക്കാം അല്ലേ ടെഡിക്കുട്ടി? അത് നല്ല രസമായിരിക്കും. നമുക്ക് ആ കളി കളിക്കാം. കൂട്ടുകാരെ, അപ്പം നമുക്ക് കളി ആരംഭിക്കാം അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്താണ് തത്തക്കുട്ടി നീ കാണിച്ചത്? അത് ഞാൻ പെറുക്കി മാറ്റി വെച്ചിരുന്നതല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് പെറുക്കിയതാണ് നീ എടുത്തോണ്ട് പോയത്. കളി കറിയായിരിക്കുന്നു ടെഡി. ഇനി നീ എങ്ങനെ ജയിക്കും? കളിയിൽ ഏറ്റവും കൂടുതൽ പെറുക്കുന്നയാളാണ് വിജയി. ഇതിലൊന്നും കാര്യമില്ല ടെഡി. കൂട്ടുകാരെ, കളിക്കിടയിൽ തത്തക്കിളി അറിയാതെ തത്തക്കിളി പെറുക്കിയ മിഠായികളൊക്കെ ചിറകുകൊണ്ട് അറിയാതെ തട്ടി ടെഡിയുടെ സ്ഥലത്തേക്ക് ഇട്ടു. അപ്പോഴത്തേനും സമയവും കഴിഞ്ഞിരിക്കുന്നു. കളി അവസാനിച്ചിരിക്കുന്നു കൂട്ടുകാരെ, കളി അവസാനിച്ചു. ഇനി മിഠായി പെറുക്കിയതൊക്കെ എണ്ണണ്ടേ? ഓരോരുത്തരുടെയും ഫ്രണ്ടിൽ അവരവർ പെറുക്കിയ മിഠായികളുടെ എണ്ണം വെച്ചിരിക്കുന്നു. ആമക്കുട്ടന് 5, ടെഡിക്കുട്ടിക്കും 5, തത്തക്കുട്ടിക്ക് മാത്രം 1. ഇപ്പോൾ മനസ്സിലായോ തത്തക്കിളി? ഒരാൾ കഷ്ടപ്പെട്ട് നേടിയത് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷ അപ്പം തന്നെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ? എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായ ആമക്കുട്ട. എന്നോട് ക്ഷമിക്കൂ ടെഡിക്കുട്ടി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ ഈ ഒരു അനുഭവം കൊണ്ട് പഠിച്ചിരിക്കുന്നു. സാരമില്ല തത്തക്കിളി, തെറ്റ് ചെയ്യുന്നത് പോട്ടെ. അതിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നിന്ന് നീ പഠിച്ചുവെങ്കിൽ നീയും വിജയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ എല്ലാവരും വിജയികളാണ്. എല്ലാവരും വിജയിച്ചിരിക്കുന്നു.
കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾ കളിക്കുകയും ചിന്തിക്കുകയും നല്ലൊരു കാര്യം പഠിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാം. നല്ലൊരു ദിനം ഏവർക്കും ഞാൻ നേരുന്നു. ബൈ ബൈ, സീ യു. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ്.